ഓപ്പൺ സർവകലാശാല വിസി മുബാറക് പാഷയുടെ രാജി അംഗീകരിച്ച രാജ്ഭവൻ. അന്തിമ തീരുമാനം കോടതി വിധി വന്നതിന് ശേഷം മാത്രം. ടിൻഡു ദാസ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ടിൻഡു, വാർത്തയുടെ വിശദാംശങ്ങൾ. സർവകലാശാല വിസി നിയമനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നടക്കുന്നതിനിടയിലാണ് കേസ് കോടതിയിൽ പോകുന്നതും രാജ്ഭവൻ ഈ 4 സർവകലാശാല വിസിമാരെ ഹിയറിംഗിന് വിളിക്കുന്നതും. ഈ ഹിയറിംഗിന് വിളിച്ച സമയത്തായിരുന്നു ഓപ്പൺ സർവകലാശാല വിസി മുബാറക് പാഷ ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ ഞാൻ ഓപ്പൺ സർവകലാശാല വിസി സ്ഥാനത്ത് നിന്നും ഒഴിയുന്നുവെന്ന് അറിയിച്ചുകൊണ്ട് രാജ്ഭവന് രാജിക്കത്ത് നൽകിയത്. പക്ഷേ രാജ്ഭവൻ ഈ രാജിക്കത്ത് അംഗീകരിച്ചിരുന്നില്ല. കാരണം സർവകലാശാല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചട്ടലംഘനം നടത്തിയ വിസിമാരെ ആയിരുന്നു ഇത്തരത്തിൽ ഹിയറിംഗിന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ മുബാറക് പാഷ ഹിയറിംഗിന് പോലും പങ്കെടുക്കാതെയാണ് രാജിക്കത്ത് നൽകിയിരുന്നത്. അപ്പോൾ അതിന്റെ കാരണം വ്യക്തമായി അറിയുന്നതിന് വേണ്ടിയിട്ടായിരുന്നു രാജ്ഭവൻ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചത്. തുടർന്നായിരുന്നു സർവകലാശാല വിഷയങ്ങളിൽ ഹൈക്കോടതിയുടെ ഒരു ഇടപെടലും ഉണ്ടാകുന്നു. ഇത്തരത്തിൽ ചട്ടലംഘനം നടത്തിക്കൊണ്ടാണ് വിസിമാരുടെ നിയമനങ്ങൾ നടത്തിയത് എന്ന് കണ്ടെത്തുകയും സംസ്കൃതം കാലിക്കറ്റ് സർവകലാശാല വിസിമാരുടെ സ്ഥാനവും ചട്ടലംഘനത്തിലൂടെയാണെന്ന് കണ്ടെത്തുന്നത്. ഇപ്പോൾ മുബാറക് പാഷയുടെ നിയമനം, അതായത് നിയമനവുമായി ബന്ധപ്പെട്ട വിവാദം നിലനിൽക്കുകയാണ്. ഇത്തരത്തിൽ രാജി സ്വീകരിച്ചുകൊണ്ട് രാജ്ഭവന്റെ ഭാഗത്തു നിന്നും നിലപാടുണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഹൈക്കോടതി ഈ വിഷയങ്ങളിൽ വിധി പറഞ്ഞതിന് ശേഷം മാത്രമേ ഉചിതമായ തീരുമാനത്തിലേക്ക് കടക്കുകയുള്ളൂ എന്നും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ യുജിസിയുടെ അനുമതി, അതിന് യുജിസിയുടെ ചട്ട ലംഘന പ്രകാരമാണോ ഇത്തരത്തിലുള്ള നിയമനങ്ങൾ ഉള്ളതെന്നൊരു വിഷയവും കൂടി രാജ്ഭവൻ ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. വ്യക്തമായിട്ടുള്ള മറുപടി യുജിസിയിൽ നിന്ന് കിട്ടിയതിനു ശേഷം മാത്രമേ ഈ വിഷയങ്ങളുമായിട്ട് മുന്നോട്ട് പോകുകയുള്ളൂ എന്ന് അറിയിച്ചു. എന്തായാലും നിലവിലിപ്പോൾ മുബാറക് പാഷയുടെ രാജ്ഭവൻ അംഗീകരിച്ചിരിക്കുകയാണ്. ഇനി ഉള്ളത് ചട്ടലംഘനം നടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്തേണ്ടതാണ്. അത് ഹൈക്കോടതിയുടെ വിധി വന്നതിന് ശേഷമായിരിക്കും. അനു, തീർച്ചയായും ടിൻഡു തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. എന്തായാലും കേസ് കോടതി പരിഗണിച്ചതിന് ശേഷം അന്തിമ തീരുമാനം വിധി വന്നതിന് ശേഷം മാത്രമേ അന്തിമ തീരുമാനം എടുക്കാനും സാധിക്കൂ. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കേസ് ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. അതോടൊപ്പം തന്നെ ഈ ഗവർണറുടെ ഇടപെടലുകളിൽ, അതായത് ഗവർണർ നടത്തിയ ഇടപെടലുകളിൽ സർക്കാരിന് ഒരു കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു. ഈ സാഹചര്യങ്ങളൊക്കെ തന്നെയാണ് ഗവർണറും സർക്കാരും തമ്മിലുള്ള ഒരു പോര് നിലനിൽക്കാനുള്ള കാര്യം ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ സർവകലാശാല വിഷയങ്ങളിലെ വിസിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ചട്ടലംഘനങ്ങൾ തുടങ്ങിയ വിഷയങ്ങളൊക്കെ ചർച്ചയിലും അതുപോലെ തന്നെ രാജ്ഭവന്റെ പരിഗണനയിൽ ഇരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നത്. ആ സമയത്താണ് ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ മുബാറക് പാഷയുടെ രാജി. നമുക്കറിയാം, സംസ്ഥാനത്തെ ആദ്യ വിദൂര സർവകലാശാലയാണ് ഓപ്പൺ സർവകലാശാല. അപ്പോൾ ആ സർവകലാശാലയിൽ വിസിയായി നിയമിച്ചത് സർക്കാരിന്റെ ഇഷ്ടപ്രകാരമുള്ള ഒരാളെയായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു വാദമാണ് മുബാറക് പാഷയുടെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ തന്നെ സർവകലാശാലയുടെ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്ന ഒരു വാദം എന്ന് പറയുന്നത്, സംസ്ഥാന സർക്കാർ ആദ്യമായി തുടങ്ങുന്ന ഒരു സർവകലാശാലയെ സംസ്ഥാന സർക്കാരിന്റെ താല്പര്യപ്രകാരം ഒരു വിസിയെ നിയമിക്കുന്നതിൽ തെറ്റില്ല, അത്തരത്തിലൊരു വാദമായിരുന്നു. പക്ഷേ അവിടെ ഹൈക്കോടതിയിൽ ഗവർണറുടെ പക്ഷത്തു നിന്നും അറിയിച്ചത് ഇങ്ങനെയായിരുന്നു: യുജിസി ചട്ടപ്രകാരമുള്ള നിയമനമല്ല അവിടെ നടന്നിട്ടുള്ളത്. വയസ്സ്, യോഗ്യത തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ ചട്ടലംഘനം നടത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു പ്രതിവാദവും ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ സ്ഥാനത്ത് നിന്നും ഒഴിയാനുള്ള തീരുമാനത്തിലേക്ക് മുബാറക് പാഷ എത്തുന്നതും ഒരുപക്ഷെ തലയൂരാം എന്നൊരു സിറ്റുവേഷൻ അല്ല, ആ ഒരു സാഹചര്യത്തിലാണ് രാജിക്കത്ത് കൊടുക്കുന്നത്. പക്ഷേ രാജ്ഭവൻ അംഗീകരിച്ചിട്ടില്ല. കാരണം ഈ വിസി നിയമനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരുപാട് ആരോപണങ്ങളും അതോടൊപ്പം തന്നെ ഒരുപാട് നൂലാമാലകളും ഉള്ളത് കൊണ്ട് തന്നെ ഈ രാജിക്കത്ത് ഗവർണറും അതുപോലെ തന്നെ രാജ്ഭവനും അംഗീകരിച്ചിട്ടില്ല. യുജിസിയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ യുജിസിയുടെ നിയമപ്രകാരം മാത്രമേ ഇത്തരത്തിലുള്ള രാജി അംഗീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അറിയിച്ചത്. ഇപ്പോൾ ഹിയറിംഗ് കഴിഞ്ഞ ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ഈ റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഇത്തരത്തിൽ രാജി അംഗീകരിച്ചുകൊണ്ട് ഗവർണറുടെ ഭാഗത്തു നിന്നും ഒരു നിലപാടുണ്ടായിട്ടുള്ളത്. ഇനി ഹൈക്കോടതിയിലാണ് കേസ് പരിഗണിക്കുന്നത്. ഹൈക്കോടതി വിധിക്ക് ശേഷം ഉചിതമായ തീരുമാനത്തിലേക്ക് രാജ്ഭവൻ കടക്കും. അനു.